എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ, വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44-ാം സങ്കീർത്തനം 22-ാം വാക്യം. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വരാം. വിശ്വാസം നമ്മെ എപ്പോഴും സുഖ സൗകര്യങ്ങളിലേക്കല്ല, ത്യാഗത്തിലേക്കാണ് നയിക്കുന്നത്. അറക്കപ്പെടുന്ന ആടുകൾ പ്രതിരോധമില്ലാതെ സമർപ്പിക്കപ്പെടുന്നു. ഇത് ഭയം മാത്രമല്ല, ദൈവത്തിൻ്റെ കൈകളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഭവം കൂടിയാണ്. കഷ്ടതകൾ അവസാന വാക്കല്ല, ദൈവത്തിൻ്റെ സ്നേഹം അതിനു മുകളിൽ നിലകൊള്ളുന്നു. പ്രിയരെ, ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ എതിർപ്പുകൾ വരാം, എന്നാൽ അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ നിലവിളി അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി രൂപപ്പെടും. ദൈവമക്കൾ കഷ്ടതകളിലൂടെ കടന്നുപോയാലും അവർ തോറ്റുപോകുകയില്ല. ദൈവത്തിൻ്റെ നിത്യസ്നേഹത്താൽ ഉറച്ചു നിന്നാൽ ഇന്നത്തെ വേദന നാളെയുടെ മഹത്വത്തിന് വഴിയൊരുക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, കഷ്ടതകളുടെ നടുവിലും നിന്നിൽ വിശ്വസിച്ച് നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.